ഹലോ ഗേസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജാനകി നമ്മുടെ അനാമിക വിളിച്ചതെല്ലാം കേട്ട് കഴിഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് വീണ്ടും നയനയുടെയും കനകയുടെ അടുത്ത് വരുവാണ് കേട്ടോ. അപ്പോഴേക്കും കനക പറയുന്നുണ്ട്, നിങ്ങളെന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എത്ര കഷ്ടപ്പെട്ട എൻ്റെ മക്കൾ ജീവൻ പണയം വെച്ച് അനാമികനെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജാനകി പെട്ടെന്ന് പറയുവാണ്, എല്ലാം എനിക്കറിയാം, പിടിക്കപ്പെടുമെന്നായി, പോലീസ് കേസായെന്നായപ്പോഴേക്കും ഓരോന്ന് കാണിച്ച് കൂട്ടിക്കൊണ്ട് വന്നു. ഞങ്ങൾക്കതൊന്നും തീരെ മനസ്സിലാവാത്തതല്ല എന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ ജാനകി അവിടുന്ന്. ഇതൊക്കെ കാണുമ്പോഴേക്കും നയനയ്ക്കും കനകയ്ക്കും ആകെ വിഷമമാവുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ അനാമിക അച്ഛനോടും അമ്മയോടും പുള്ളിക്കാരിയുടെ പ്ലാനൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, അവരുടെ തലയിലോട്ട് വെക്കാം, എത്രയാന്ന് പറഞ്ഞാലും അവളുടെ മനസ്സിൽ നിന്ന് മാത്രമേ അനി പോയിട്ടുള്ളൂ, അതും അവളുടെ ചേച്ചിമാർ പറഞ്ഞേക്കുന്നുമുണ്ട്. നേരെ മറിച്ച് അനിയുടെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ട്. ഒരു സഹതാപത്തിൻ്റെ ഒരു തരുമ്പ് പോലും അവിടെ ഇനി വർക്കൗട്ട് ആവാൻ പറ്റത്തില്ല. അങ്ങനെ വർക്കൗട്ടായി അവളോട് വീണ്ടും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ അനാമിക. അത് കഴിയുമ്പോഴേക്കും അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതാ നിന്നോട് പറഞ്ഞേ, എങ്ങനെയാലും അനീനെ സ്വന്തമാക്കിക്കോണം, അല്ലാതെ നമുക്കിനി മുമ്പോട്ടൊരു നിലനിൽപ്പില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് 3 ബ്രാഞ്ച് അനിയുടെ പേരിലായിരിക്കും, അവിടെ നീയും കയറി പറ്റി പയ്യെ അനിയുടെ സ്വത്തുക്കൾ കുറേശ്ശെ നിൻ്റെ കയ്യിലോട്ടാക്കണം, എങ്കിൽ മാത്രമേ ഇനി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും അനാമികയുടെ അമ്മയും പറയാണ്, ശരിയാ മോളെ, കല്യാണം വരെ ഇനി പുറത്തിറങ്ങണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, പുറത്തിറങ്ങിയാലും ഇല്ലെങ്കിലും ഉമേന്ദ്രനെ വീട്ടിൽ കയറി വേണമെങ്കിലും വന്ന് പോക്കാം, അതുകൂട്ട് ടൈപ്പാന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയാം, അങ്ങനെ ഇനി വെറുതെ ഒന്നും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമല്ലോ, ഒന്നാമതെ കാശ് പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ല, പിന്നെ പലിശയ്ക്ക് കൊടുത്തെങ്കിൽ തന്നെ ഇനി പുള്ളിക്ക് അതും പറഞ്ഞ് പോകാൻ പറ്റത്തില്ല, വീട് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരു കേസ് കൊടുക്കാം, നമ്മളും തയ്യാറായിട്ടിരുന്നാൽ മതി അച്ഛാ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്നാലും പലിശയ്ക്ക് പണം മേടിച്ചതല്ലേ മോളെ, മോശമല്ലേ കൊടുക്കാതിരിക്കുന്നത്, അവിടെ കയറി പറ്റി കഴിയുമ്പോൾ പയ്യെ തിരിച്ചു കൊടുക്കാമല്ലോ എന്ന് പറയുമ്പോഴേക്കും അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, ഓ ഒരു സത്യസന്ധൻ, എങ്ങനെയും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്ക്, നിങ്ങളെന്താ പലിശയ്ക്ക് പണം മേടിച്ചിട്ടില്ലേ, പറച്ചിൽ കേട്ടാൽ തോന്നുന്നില്ലോ ഇല്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന നയനേനെയാണ്. നയന നന്ദുവിനെ വിളിച്ച് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുക, ഈ മോള് കാരണം ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുത്, നല്ലപോലെ നന്ദു പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് എവിടെയെങ്കിലും സെറ്റിലാവാൻ നോക്ക്, ഇപ്പം തന്നെ ഇവിടെ ജാനകി ആൻറ്റി എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല, ആ കുത്തിയുള്ള സംസാരമാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. എല്ലാം കേൾക്കുമ്പോൾ നന്ദുവിന് വിഷമമാവുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന മൂർത്തി സാറിനെയാണ്. മൂർത്തി സാറിന് തീരെ വയ്യാണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആദർശിനോട്, മോനെ ഹോസ്പിറ്റലൊന്ന് പോ, ഞാനും കൂടെ വരാം എന്ന് പറയുമ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, അത് വേണ്ട മുത്തശ്ശി, കല്യാണം വീടല്ലേ, കല്യാണം എടുക്കാറായിട്ടില്ലേ, മുത്തശ്ശിന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മുത്തശ്ശി എന്ത് ചെയ്യുന്ന എല്ലാവരും അന്വേഷിക്കും, മുത്തശ്ശിയും കൂടെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാനും അച്ഛനും കൂടെ മുത്തശ്ശിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ഒരു കണക്കിന് സമ്മതിക്കുവാണ്. അത് കഴിഞ്ഞ് മുത്തശ്ശി നേരെ പുരോഹിതനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. മനസ്സിനാകെ ഒരു അസ്വസ്ഥത, കല്യാണമൊക്കെ എടുക്കാറായി, മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു സുഖമില്ലായ്മ എന്നൊക്കെ പറയുവാണ് കേട്ടോ. പുരോഹിതൻ രണ്ടുപേരുടെയും ജാതകം നോക്കിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിത് നേരത്തെ ശരിക്കും നോക്കിച്ചില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, അനിയുടെ ജാതകത്തിൽ 7 കേതുവാണ്, 7 കേതു ഉള്ള ആൾക്ക് 2 വിവാഹം എന്നാണ് പറച്ചിൽ, പിന്നെ ചില ആൾക്കാരുടെ മനസ്സും അവരുടെ പരസ്പരമുള്ള സ്നേഹവും ഈശ്വരാധീനവും ഒക്കെ കാരണം മാറ്റം വരാറുണ്ട്, കുടുംബത്തിൻ്റെ പുണ്യവും മഹിമയും ഒക്കെ വെച്ച്, പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുവാണ് കേട്ടോ. രണ്ടാമതൊരു വിവാഹം ഉറപ്പായിട്ടുണ്ടാവും, ആ പെണ്ണ് മാത്രമേ ഈ പുരുഷനെ വാഴത്തുള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശിക്ക് ആകെ വിഷമമാവുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും അവർ പറയുകയാണ്, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ച് അവിടുന്ന് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഇവർ പോയി കഴിയുമ്പോൾ പുരോഹിതൻ മനസ്സിൽ ചിന്തിക്കുവാണ്, ഇവരെന്തായാലും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാനൊന്നും പോകുന്നില്ല, പക്ഷേ എന്തായാലും ഈ കല്യാണം കൊണ്ട് ഒരു ഇതും ഉണ്ടാവുമല്ലോ, ആ ചെറുക്കൻ രണ്ടാമത്തെ കല്യാണം തന്നെ വിധിച്ചേക്കുന്നതെന്ന് മനസ്സിലിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ജാനകി അനാമികയ്ക്ക് കൊടുക്കാൻ വേണ്ടി കുറേ സ്വർണ്ണമൊക്കെ എടുത്തു വെക്കുവാണ്. അതൊക്കെ കാണുമ്പോൾ അജയൻ പറയുന്നുണ്ട്, ഇത്രയൊക്കെ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ഇവിടെ ഒന്നുമില്ലാത്തവളുമാർക്ക് അമ്മ എന്തൊക്കെയാണ് കൊടുത്തത്, പിന്നെ ഇത്രയും നല്ലൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന പെങ്കൊച്ചിന് ഇത്രയൊന്നും കൊടുത്താലും കുറഞ്ഞു പോവില്ല എന്നൊക്കെ പറയുന്നുണ്ടോ. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ ജാനകി, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്താ പറ്റിയെന്ന് അജയൻ അറിയില്ല എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്താണ് പുരോഹിതനെ കണ്ട കാര്യവും പുരോഹിതൻ പറഞ്ഞ കാര്യമൊക്കെ നമ്മുടെ മുത്തശ്ശി ജാനകിയോടും അജയനോടും പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ജാനകിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ജാനകി പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണിൻ്റെ ശാപമൊന്നും മേടിച്ചു വെക്കാൻ പറ്റില്ല, ഈ കല്യാണം തന്നെ നടക്കണം, പിന്നെ പലരും കല്യാണം മുടക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു നടക്കുമല്ലോ, ഇപ്പം നയനയാണെങ്കിലും നവ്യയാണെങ്കിലും എന്നൊക്കെ പറയുവാണ് കേട്ടോ.
അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി അജയനോട് ചോദിക്കാം, ഇവക്ക് ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ജാനകി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവാണ് കേട്ടോ. അപ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, അവളുടെ ഉള്ളിലൊരു വിഷം ചെന്നു, ഇനിയിപ്പോൾ അവളുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കും, ഇനിയിപ്പം ഈ വീട്ടിലൊരു അംഗം ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ മുത്തശ്ശി അജയനോട്, ഇനി എന്താടാ ചെയ്യുന്നത്, അനിയുടെ ജീവിതത്തിൻ്റെ കാര്യം ഓർത്ത് അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ആശങ്കയാണ് കേട്ടോ. അവരാകെ വിഷമിച്ച് പരസ്പരം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാം ഇത്രത്തോളം ആയില്ലേ എന്നോർത്ത് ആകെ വിഷമിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ദേഷ്യമെല്ലാം കൊണ്ട് ജാനകി നേരെ നയനയുടെ അടുത്ത് ചെന്ന് നയനേനെ വളരെ രൂക്ഷമായിട്ട് നോക്കി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്ന നയന ചോദിക്കുന്നുണ്ട്, എന്താ ചെറിയമ്മേ, എന്താ പറ്റിയേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പറയാണ്, നിനക്കൊന്നും അറിയില്ലല്ലേ, ഓരോ അടവും പരീക്ഷിച്ചിട്ട് അവസാന അടവായിട്ട് ഇറങ്ങിയതായിരിക്കും അല്ലേ പുരോഹിതനെയും കൊണ്ട് കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട്. ഇനി പുരോഹിതനല്ല, ആരെന്തു പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ കല്യാണം തന്നെ നടക്കും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയനയ്ക്കൊന്നും മനസ്സിലാവാണ്ട് നയന ചോദിക്കുക, എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലേലും നിൻ്റെ ചേച്ചിയുടെയൊക്കെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയാമെന്ന് പറയുകയാണ് ജാനകി. അപ്പോൾ ആകെ വിഷമം വന്ന് നയന ചോദിക്കുകയാണ് കേട്ടോ, ചേച്ചിയുടെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം ഉണ്ടാവും, ഈ കല്യാണം മുടക്കണം, ഈ വീട്ടിലോട്ട് വരുന്ന ഒരു നല്ല ബന്ധം ഇല്ലാതാക്കണം എന്നുണ്ടാവുന്നുണ്ടോ, ഉണ്ടെന്നാണോ ചെറിയമ്മയ്ക്ക് തോന്നുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ജാനകി പറയാം, ഇത്രയും കാലം അങ്ങനെയൊന്നും അല്ലാന്ന് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്, ഏടത്തെയും ജലജയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിന്നെയൊക്കെ വിശ്വസിച്ചു, പക്ഷേ നിൻ്റെയൊക്കെ മനസ്സിലിപ്പം പ്രവൃത്തിയൊക്കെ ഇപ്പം എനിക്ക് ശരിക്കും അറിയാം. എന്തായാലും നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത് സത്യമാണല്ലോ, എങ്കിൽ ഞാൻ ഈ പറയുന്നത് സത്യമാണ്, നീ ഇനി കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞ് തർക്കിച്ച് ബുദ്ധിമുട്ടണ്ട, നിൻ്റെയൊക്കെ മനസ്സിലിപ്പം എന്താണെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ടിട്ട് ജാനകി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് ആകെ വിഷമം വന്ന് ജാനകിയുടെ ഈ മാറ്റമൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന നയനേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.